ഇത് നമ്മുടെ ഒരു സാധാരണ ലോജിക്കാട്ടോ. നമ്മൾ ഈ ജിയോയുടെ 4G വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് BSNLന്റെ ഡേറ്റ കാർഡ് എന്ന് പറഞ്ഞൊരു സാധനം, അതുപോലെ തന്നെ ഐഡിയയുടെ ഒരു ഡേറ്റ കാർഡ് പോലത്തെ ഒരു ചെറിയ സാധനം നമുക്കുണ്ടായിരുന്നത്. നീ ഓർക്കുന്നുണ്ടോ? ഒരു മഞ്ഞ നിറത്തിലൊക്കെ ഒരു കാർഡ്. അതല്ലെങ്കിൽ പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാന്നുള്ളൂ നമ്മുടെ മുമ്പിലെ മാർഗം. ആ മൊബൈൽ ചാർജിന്റെ എത്രയായിരുന്നു? നമ്മൾ 1 GB ഒരു മാസത്തേക്ക് 256 രൂപയ്ക്കായിരുന്നു ചാർജ് ചെയ്തോണ്ടിരുന്നത്. 1 GB ഒരു മാസത്തേക്ക് 256 രൂപ. അപ്പൊ നമുക്കന്ന് ഈ പറഞ്ഞ പോലെ വലിയ റീൽസ് ഒക്കെ കണ്ട് ഒരുപാട് ഡേറ്റ പോകാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലും, ഗെയിംസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞാലും, ഒരു സിനിമയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ശരാശരി നമ്മുടെ അന്നത്തെ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണല്ലോ. അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് MB ഒക്കെ വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ ദാണ്ട്ര വരുന്നു ജിയോ എന്ന് പറഞ്ഞൊരു സിം. നമുക്ക് ആർക്കും അറിയത്തില്ല ജിയോ എന്താണെന്നോ അല്ലെങ്കിൽ റിലയൻസിനായിട്ട് ബന്ധപ്പെട്ടാണ് ഇതൊന്നും നമുക്കറിയത്തില്ല. ജിയോയുടെ ഒരു സിം വരുന്നു, സിം ഫ്രീ ആണ്, നിങ്ങൾക്ക് 4G നെറ്റ് ഫ്രീ. സത്യം പറയല്ല, ഞാൻ മനസ്സിൽ ഓർത്തു അടുത്ത തട്ടിപ്പ്. നമ്മുടെ നാട്ടിൽ തട്ടിപ്പിന് പിന്നെ പഞ്ഞൊന്നുമില്ലല്ലോ. അപ്പൊ അടുത്ത തട്ടിപ്പ് എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു വർഷത്തോളം സംശയിച്ചു നിന്നതിന് ശേഷം, ശരാശരി മലയാളിയെ പോലെ ഒരു വർഷത്തോളം സംശയിച്ചു നിന്നതിന് ശേഷം ഞാൻ ഈ സിം എടുത്തു. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയൊരു കാര്യമാണ്, നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ നമ്മൾ സിം എടുക്കുമ്പോൾ നമുക്ക് ഫ്രീ നെറ്റും ഫ്രീ സിമ്മും നമുക്ക് തരുന്നു. അപ്പൊ അതൊരു മാർക്കറ്റിംഗ് ആണല്ലോ എന്ന് നമ്മളിങ്ങനെ മനസ്സിലാലോചിച്ചു. ശരിയാണ്, ഇറ്റ്സ് എ ബ്രില്യൻ മാർക്കറ്റിംഗ്. കാരണം അവരാദ്യം എന്ത് ചെയ്തു, അവർ ഈ സിം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ കയ്യിൽ പല കണക്ഷൻസ് ഉണ്ടായിരുന്നു. ടാറ്റ ഡോകോമോ ഉണ്ടായിരുന്നു, BSNL ഉണ്ടായിരുന്നു, ഐഡിയ ഉണ്ടായിരുന്നു, വോഡാഫോൺ ഉണ്ടായിരുന്നു, എയർടെൽ ഉണ്ടായിരുന്നു, എയർസെൽ ഉണ്ടായിരുന്നു. 6 സിമ്മുകളുള്ള ഒരു മാർക്കറ്റിലേക്ക് ജിയോയുടെ ഒരു സിം 4G സിം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഫ്രീ ആയിട്ട് കൊടുത്ത ഏകദേശം 3-4 വർഷക്കാലങ്ങളിൽ ഈ സിം എല്ലാവരുടെയും കൈകളിൽ എത്തിയ സമയത്ത് ഇവർ എന്ത് ചെയ്തു, ഇവർ ഇത്രയും സ്ഥലങ്ങളിലും കൃത്യമായിട്ട് നെറ്റ്വർക്ക് സർവീസിങ് കൊടുക്കാനായിട്ട് അവരുടെ ടവറുകളും കാര്യങ്ങളും അവരുടെ ഫങ്ഷണാലിറ്റി സർവീസസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ അവർ കൂട്ടിക്കൊണ്ടേയിരുന്നു. ക്വാളിറ്റി ഓറിയന്റഡ് സർവീസ് കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കാലക്രമേണ ഈ ഫ്രീ എന്നുള്ളത് മാറി. അപ്പൊ ആൾക്കാരെല്ലാം അതിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. സാധനം സ്വാഭാവികമാണല്ലോ, ഫ്രീ മാറി പൈസ നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും. ഇന്ത്യയെ പോലത്തെ ഒരു ഓപ്പൺ മാർക്കറ്റിൽ അവരുടെ ബിസിനസ് സ്ട്രാറ്റജിയും അവരുടെ കഴിവും, നല്ല നല്ല കഴിവുള്ള ആൾക്കാരെ അവർ പ്ലേസ് ചെയ്ത് സർവീസ് ഉയർത്തിയെടുത്തതിന്റെ ഫലപ്രദമായിട്ട് ആ മാർക്കറ്റിനെ കുറിച്ച് 10 വർഷത്തേക്ക് അപ്പുറത്തേക്കുള്ള ചിന്തിക്കാനുള്ള തലയുണ്ടായതുകൊണ്ടല്ലേ അവർക്കിവിടെ കയറാൻ പറ്റിയത്. ഇപ്പൊ നീ ആലോചിക്കുക, ഈ വോഡാഫോൺ എന്ന് പറഞ്ഞ ജയന്റും ഐഡിയയും കൂടെ ചേർന്നിട്ട് പോലും റിലയൻസിനെ തോപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അത് ഐഡിയയുടെയും വോഡാഫോണിന്റെയും കയ്യിൽ പൈസ ഇല്ലായിട്ടാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർക്കെന്താ, അവർക്ക് ഇമ്മീഡിയറ്റ് ലാഭം ഇല്ല, അവർക്ക് വേറെ സെക്ടേഴ്സിൽ നിന്നുള്ള ബിസിനസ് ലാഭം മതി. പക്ഷെ ഇപ്പോഴും ഇന്ത്യ ഒരു ഓപ്പൺ മാർക്കറ്റാണ്. പ്രോപ്പർ സർവീസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇവർ ചെയ്ത അതേ മാർഗം തന്നെ പിടിച്ച് ഇവരെക്കാൾ നല്ല പദ്ധതികളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊപ്പം പിടിച്ചേക്കാം. ഇന്ത്യ ഒരു ഓപ്പൺ മാർക്കറ്റാണ്. ഈ ഓപ്പൺ മാർക്കറ്റിൽ ജനങ്ങൾക്ക് വേണ്ട കാര്യം ക്വാളിറ്റി സർവീസോടുകൂടി കൃത്യതയോടുകൂടി നടത്തി കൊടുക്കുന്ന ഏതൊരു കമ്പനിയും ശക്തമായൊരു നിലയിലെത്തുന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ജിയോ. കാരണം അവരത് പ്രൊവൈഡ് ചെയ്തു. ഇന്നിപ്പം ജിയോയെ കുറ്റം പറയുന്ന ആൾക്കാർ പോലും ഉപയോഗിക്കുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള നെറ്റ് ഏതാ? ജിയോ തന്നെ. ഈ നെറ്റാണ് അല്ലേ? അല്ല, കുറ്റം പറച്ചിലതിന് ഇപ്പൊ തുടങ്ങിയതല്ല. അന്ന് പണ്ട് ഇറങ്ങിയ സമയത്ത് മറ്റേ സിം ഇടുന്ന, ജിയോയുടെ ഫ്രീ സിം ഇടുന്ന സിം സ്ലോട്ട് ബ്ലോക്കായി പോകുന്ന പറഞ്ഞ് അടിച്ചിറക്കിയ ആൾക്കാരാ ഇവിടെ. അതെ അതെ അതെ, അന്ന് എനിക്ക് ആ പേടി തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ശരിയാതെ പോകും, പിന്നെ വേറെ സിം ഇടാൻ പറ്റില്ല. എന്തൊക്കെ രീതിക്ക്, അതാ ഞാൻ പറഞ്ഞത്, ഈ മാർക്കറ്റില് അതിനെ തളർത്താനായിട്ടുള്ള എല്ലാ രീതിക്കുള്ള ശ്രമവും നടന്നിട്ടുണ്ടാവും. ആ ഒരു ഡിസിപ്ലിനോടുകൂടി അവർ കയറി വന്നു. അവർ അത് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടെന്നുള്ളതെന്ന് വെച്ചാൽ അവരാ ലാഭം കിട്ടുമെന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്തതെങ്കിൽ പോലും ആ ലാഭം കിട്ടുന്നത് വരെയും നല്ല സർവീസോടുകൂടി തന്നെ അത് ചെയ്തത്. അല്ലാണ്ട് തുച്ഛമായ കാര്യങ്ങൾ ഇട്ടുകൊടുത്തിട്ട് ഉള്ള പരിപാടിയല്ല ചെയ്തത്. അത് ശരിക്കും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ള കമ്പനികളൊക്കെ ഭീമമായ ലാഭം നമ്മളെ വെച്ചുണ്ടാക്കിയപ്പം നമുക്ക് വളരെ നിലവാരം കുറഞ്ഞ സർവീസാണ് കിട്ടിക്കൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ, പേഴ്സണലി. ഇവർ വന്നപ്പോഴാണ് ഇത്രയും ഒരു വ്യത്യാസം ഈ സർവീസിനുണ്ടോ, അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് സർവീസ് എന്നൊക്കെ പറഞ്ഞത് ഇത്രയും ശക്തമായ ഒരു മാധ്യമമാണെന്ന് തന്നെ ഫീൽ ചെയ്തത് ഇവർ വന്നതിന് ശേഷം. യങ്സ്റ്റേഴ്സിന്, നമ്മളുടെ ചെറുപ്പക്കാർക്ക് അതൊരു റവല്യൂഷൻ തന്നെ ആയിരുന്നടാ. അതൊരു ഈ വിപ്ലവം എന്നൊക്കെ പറയുന്നതേ, ഈ ആൾക്കാരുടെ വിചാരം ഏതാണ്ട് തല്ലും പിടിയൊക്കെ ഉണ്ടാക്കുക, അടിയിടി ഉണ്ടാക്കുക, അതൊക്കെയാണ് വിപ്ലവം എന്നാണ് വിചാരം. അല്ല, വിപ്ലവം എന്ന് പറയുന്നത് ഇങ്ങനെ, അതിന് ചിലപ്പോൾ വലിയ ശബ്ദവും ബഹളമൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഘടന തന്നെ, അതായത് നമ്മളുടെ വീക്ഷണ ഇത് തന്നെ മാറ്റിക്കളഞ്ഞ ഒരു ഇതായി പോയി ഈ ജിയോയുടെ കടന്നുവരവ്.
കാരണം ആ നെറ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്രയും യൂട്യൂബിൽ സ്ട്രോങ് ആയത്, നമ്മൾ ഇത്രയും ലോക കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്, നമ്മുടെ സോഷ്യൽ മീഡിയ സർഫിംഗ് എന്ന് പറയുന്നത് അത്രയും മുകളിലേക്ക് വരാൻ തുടങ്ങിയത്. ഇന്നിപ്പോ നമുക്ക് അത്രയും വ്യത്യസ്തമായ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനെല്ലാം നമുക്ക് പറ്റിയത് ഈ കഴിഞ്ഞ 10-15 വർഷത്തെ നമ്മളുടെ വളർച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വളർച്ചയുടെ ഒരു 15% ശക്തമായ സപ്പോർട്ട് ഈ ജിയോ വഴി കിട്ടുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിന് കിട്ടിയെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ആ സിം അന്ന് കിട്ടിയ ആ ഫ്രീ സിമ്മും 4G നെറ്റും എന്ന് പറയുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ചിന്താഗതിയെ തന്നെ മാറ്റിക്കളഞ്ഞു. ഇനി നമ്മളൊന്ന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അവരുടെ ജോലിയോടൊപ്പം തന്നെയും ഇതൊക്കെ ഉപയോഗിക്കുന്ന രീതിക്കൊക്കെ വന്ന് ഒരു പ്രൊഡക്ടിവിറ്റിയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് നല്ല രീതിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ പലപ്പോഴും ഈ ജിയോനെ ഇങ്ങനെ കളിയാക്കാൻ പറ്റിക്കും നമ്മൾ കഴിവ് അംഗീകരിക്കണമല്ലോ. എന്തോ ആയിക്കോട്ടെ, ഒരാളെ കഴിവ് നമുക്ക് അംഗീകരിക്കണം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ കഴിവ് ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നു, അവരത് ഈ മാർക്കറ്റ് നല്ലപോലെ പഠിച്ച് കൃത്യമായിട്ട് ഇറക്കി. ഇനി ഒരു വേറൊരു കമ്പനി വരുന്നു, ഇവരെക്കാൾ നന്നായി മാർക്കറ്റ് പിടിക്കുന്നു, ഇവരെക്കാൾ നല്ല പദ്ധതികൾ തരുന്നു, നമ്മൾ ആ കമ്പനിയെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഏതെങ്കിലും കമ്പനി എന്ന് പറഞ്ഞ് പിടിച്ചേക്കേണ്ട കാര്യമില്ല, ജിയോനെ മാത്രം കൊമ്പത്തുകൊണ്ട് നടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ജനങ്ങൾക്ക് ആരാണോ ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഉത്തരവാദിത്തോടെ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഉപകാരപ്പെടണം, അത്രേ ഉള്ളൂ. ഉപകാരപ്പെട്ടിട്ടില്ലേ? സത്യം പറയണ്ടേ? ഉപകാരപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. ഉപകാരപ്പെടാത്തത് തീർച്ചയായിട്ടും ജനങ്ങൾ തള്ളും, ഉപകാരപ്പെടുന്നത് ജനങ്ങൾ കൊള്ളും.